നമസ്കാരം. കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചില്ല. KK ശൈലജയ്ക്കും അതിനുള്ള അവസരം ഉടനൊന്നുമില്ല. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നാണല്ലോ. പ്രായപരിധി അടക്കമുള്ള നിബന്ധനകളെല്ലാം വഴിമാറി. 2026-ലും ക്യാപ്റ്റൻ പിണറായി തന്നെ. ടീമിൽ ആരൊക്കെയാണെന്ന് നാളെ അറിയാം. ടോപ് 10ലേക്ക് സ്വാഗതം. സമഗ്രമായി നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. Present Chief Minister and Political Member from the Pinarayi Vijayan will be leading our candidate. As and when we get the majority. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും. പിണറായി കിളവ് നൽകി PB ടേം വ്യവസ്ഥ ബാധകമാക്കില്ല. സ്ഥാനാർത്ഥി പട്ടിക അടുത്തയാഴ്ചയെന്നും മുഖ്യമന്ത്രിയെ മുൻകൂട്ടി തീരുമാനിക്കുന്ന പതിവില്ലെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. തർക്കങ്ങൾക്കൊടുവിൽ RSPയിൽ സമവായം. കൊല്ലം ഇരവിപുരത്ത് വിഷ്ണുമോഹൻ സ്ഥാനാർത്ഥിയാകും. കാർത്തിക് പ്രേമചന്ദ്രന് സീറ്റില്ല. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഡൽഹി റോസ് അവന്യൂ കോടതി. തെളിവുകളില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയതിന് CBIക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. സത്യം ജയിച്ചുവെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ അരവിന്ദ് കെജ്രിവാൾ. पूरा का पूरा फेंका गया. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है. ഹൈക്കോടതിയെ സമീപിക്കാൻ CBI. കോടതി വിധിക്ക് പിന്നാലെ മോദിയെയും BJPയെയും പരസ്യമായി വെല്ലുവിളിച്ച് കേജ്രിവാൾ. ഡൽഹിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്നും BJP 10 സീറ്റിലധികം നേടിയാൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നും കേജ്രിവാൾ. നാളെ ചങ്ങനാശ്ശേരിയിലെത്തുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS അനുമതി നിഷേധിച്ചു. ആരും മുൻകൂട്ടി അനുമതി തേടിയിരുന്നില്ലെന്നും കൂടിയാലോചനകളില്ലാതെ അനുമതി നൽകാനാകില്ലെന്നും NSS നേതൃത്വം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി MA ബേബി ഓർഡറുകൾ, ഉത്തരവുകൾ നിലനിൽക്കെയാണ് ഈ നടപടി കേരളത്തിലെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ചേർന്ന് തന്റെ OSD ആയ ശ്രീറാം സാംബശിവറാവുവിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത്. ഡേറ്റ ചോർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. ശ്രീറാം സാംബശിവറാവു എഴുതിയ കത്ത് പുറത്തുവിട്ടു. ഡേറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയെന്നും നടന്നത് ഗുരുതര സുരക്ഷാ ലംഘനമെന്നും ആരോപണം. വ്യക്തിവിവരങ്ങൾ തെരഞ്ഞെടുപ്പിനായി ദുരുപയോഗം ചെയ്തെന്നും സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ വിവരങ്ങൾ ചോർത്തിയെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡേറ്റ ചോർത്തിയിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി സർക്കാർ. കേരള സ്റ്റോറി 2 പ്രദർശനാനുമതി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. കേന്ദ്ര സെൻസർ ബോർഡ് കണ്ട സിനിമയിൽ ഇടപെടാനില്ലെന്ന് കോടതി. സിനിമ കാണാത്ത സിംഗിൾ ബെഞ്ച് ഇത്തരമൊരു തീരുമാനം എടുക്കരുതായിരുന്നുവെന്നും ഡിവിഷൻ ബെഞ്ച്. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ. വിചാരണ നീതിപൂർവ്വം നടന്നില്ലെന്നും തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായെന്നും സർക്കാർ. പ്രതികളെ വെറുതെ വിട്ടത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നും പ്രതികൾക്ക് അന്യായമായ ആനുകൂല്യം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അപ്പീൽ. ശബരിമലയിലെ സ്വർണ്ണ കൊടിമര നിർമ്മാണ ക്രമക്കേടിൽ സ്വർണം സമർപ്പിച്ച മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. തിരുവനന്തപുരത്തെ ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി സുഹൃത്ത് മുഖേന പമ്പയിൽ എത്തിച്ചുവെന്ന് മോഹൻലാലിന്റെ മൊഴി. സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് യുവമോർച്ച മാർച്ച്. രഞ്ജി ട്രോഫിയിൽ കന്നിക്കിരീടം ലക്ഷ്യമിട്ട് ജമ്മുകശ്മീർ. കർണാടകത്തിനെതിരെ 1-ാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കി ചരിത്ര നേട്ടത്തിനരികെ. ഇന്ത്യക്കെതിരായ വനിതാ ഏകദിന പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. 2-ാം ഏകദിനത്തിൽ 5 വിക്കറ്റിന് ഇന്ത്യയെ കീഴടക്കി.
കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് യുവാവ് മരിച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. അനീഷിന്റെ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. പോലീസിനെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും തടഞ്ഞു. മരണത്തിന് ഉത്തരവാദി വനം വകുപ്പെന്ന് നാട്ടുകാർ. സ്റ്റോറി ഓഫ് ദി ഡേ: കരിയില്ലാത്ത കരിമരുന്നില്ലാത്ത ഉത്സവാനന്ദം. ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ. അധികാരം കിട്ടിയാൽ അപ്പോൾ തീരുമാനിക്കും മുഖ്യമന്ത്രിയെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് പ്രഖ്യാപനം നടത്തിയത്. അടുത്ത മാസം ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രിയെ മുൻകൂട്ടി തീരുമാനിക്കുന്ന പതിവില്ലെന്നും MA ബേബി പറഞ്ഞു. We have declared that who would lead the election campaign in the coming elections in Kerala. That is the present Chief Minister and Politburo Bureau member. Comrade Pinarayi Vijayan will be leading our campaign. As and when we get the majority, we will meet and we will take a call. We will take a decision. This is how we always decide. Is contesting? You see, in elections, all of us are contesting. Every communist, every left activist would consider that I am contesting the election. That's the feeling. Personally, whether we would file the nomination or not, that will be decided in the due course. Within 4-5 days, you would know who all would be contesting from each constituent party from the left democratic. Who will be the candidate to the നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെയും LDF-നെയും നയിക്കുക പിണറായി വിജയൻ തന്നെയാണ്. CPM PB പിണറായി വിജയനെ നായകനായി പ്രഖ്യാപിച്ചു. ഭരണത്തുടർച്ച ഉണ്ടായാൽ മുഖ്യമന്ത്രിയായി പിണറായി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അത്തരം പതിവ് പാർട്ടിക്കില്ലെന്നാണ് ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. പക്ഷേ പകരമായി ഉയർത്തിക്കാട്ടാൻ വേറൊരു നേതാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം പിണറായി നയിക്കാൻ എത്തുന്നതോടെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ കൂടുതൽ മൂർച്ചയോടെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കും. KK പ്രശാന്ത് ചേരുന്നുണ്ട് വിശകലനങ്ങളും വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നീങ്ങുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ ഇത്തവണയും LDF-ന്റെ ക്യാപ്റ്റൻ എന്നുള്ളത്. പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പിൽ നയിക്കണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശം PB അംഗീകരിക്കുകയായിരുന്നില്ലേ? അമ്പിളി, അപ്രതീക്ഷിതമായി ഒന്നും CPM-ന്റെ PB-യിൽ സംഭവിച്ചില്ല. കാരണം നേരത്തെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം അതിനപ്പുറത്തേക്ക്, അതായത് പിണറായിക്ക് അപ്പുറത്തേക്ക് ഒരു നേതാവിനെ ഈ ഘട്ടത്തിൽ CPM-ന് സംസ്ഥാനത്താകെ ഉയർത്തി കാണിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പിണറായി തന്നെയായിരിക്കും നയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ തീരുമാനത്തിലേക്ക് തന്നെയാണ് PB എത്തിയത്. പിന്നീട് ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ വൈകാതെ ചർച്ചകളുണ്ടാകും. അധികാരം, അതായത് ഭരണ തുടർച്ച ഉണ്ടായാൽ ആര് മുഖ്യമന്ത്രിയാകുന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കും. മറ്റൊരു പതിവില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പതിവ്, അല്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിക്കുന്ന ഒരു പതിവില്ല എന്നുള്ളതാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കൊരു കൃത്യമായ ചിത്രം ഉണ്ടായിരുന്നു. പക്ഷെ ആ ചിത്രം ഇപ്പോൾ ഒരു വ്യക്തത കുറവുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടായത് സർക്കാരിനെതിരായ വികാരം മാത്രമായിരുന്നില്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായ ചില നിലപാടുകളുടെ ഭാഗമായി ഉണ്ടായ വികാരം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആശങ്ക പാർട്ടി നേതൃത്വത്തിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയം പിണറായി അല്ലെങ്കിൽ ആര് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. മറിച്ചൊരു പേരുള്ളത് KK ശൈലജയാണ്. പക്ഷേ ഇപ്പോഴും KK ശൈലജ ഏത് മണ്ഡലത്തിൽ വീണ്ടും, അതായത് സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ആ കാര്യത്തിൽ നേതൃത്വം ഇതുവരെ തീരുമാനം എടുത്തിട്ടുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും BJP-യും ആയുധമാക്കും. കാരണം അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് പിണറായി തന്നെ വീണ്ടും LDF-നെയും CPM-നെയും നയിക്കണം. എങ്കിലാണ് ഇപ്പോൾ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കുറെ കൂടി മൂർച്ച വെച്ചുകൊണ്ട് അത് ഉന്നയിക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രചരണത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. മറുവശത്ത് CPM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പിണറായി മുന്നോട്ട് വെച്ച നിലപാടുകളുണ്ട്, ആർജവുമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് നേട്ടമാകുമെന്നും അവർ പറയുന്നു. ഇപ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ എടുത്ത ചില തീരുമാനങ്ങൾ അതൊക്കെ ഗുണകരമാകുമെന്ന് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. ഏതായാലും ഏറെ വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഔദ്യോഗികമായിട്ടുണ്ടാകും. അതിനുള്ളിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടാം നിര നേതാക്കളിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും CPM-നെ LDF-നെ പിണറായി വിജയൻ നയിക്കുമെന്ന് CPM ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. അമ്പിളി, ശരി.
കാൽ നൂറ്റാണ്ടായി പിണറായി വിജയനാണ് CPM-ന്റെ നായകൻ. 15 വർഷം പാർട്ടി സെക്രട്ടറി, അതോടൊപ്പം തന്നെ 10 വർഷം മുഖ്യമന്ത്രി. തുടർഭരണം ലക്ഷ്യമിടുന്ന CPM-ന് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനില്ല. ഇതാണ് കെ പ്രശാന്ത് പറഞ്ഞത്. കെ പ്രശാന്താണ് ഇതിന്റെ വിശകലനങ്ങളുമായി ചേർന്നത്. തർക്കങ്ങൾക്കൊടുവിൽ RSPയിൽ സമവായം. കൊല്ലം ഇരവിപുരം നിയമസഭാ സീറ്റിനെ ചൊല്ലി RSPയിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് ഒടുവിൽ നേതൃത്വം സമവായത്തിലെത്തി. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന്റെ പേരിൽ തർക്കം നിലനിന്ന ഇരവിപുരത്ത് വിഷ്ണു മോഹനെ സമവായ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. നേതാക്കളുടെ നേർക്കുനേർ തർക്കത്തിനൊടുവിലാണ് RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ശക്തമായ ഭിന്നത ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ കുടുംബാധിപത്യത്തിന് വഴിയൊരുക്കുന്ന തീരുമാനമാണെന്ന് ചൂണ്ടിക്കാട്ടി മറുവിഭാഗം ശക്തമായി എതിർത്തു. ഇത് തെറ്റായ രാഷ്ട്രീയ കീഴ്വഴക്കമാണെന്ന നിലപാടിലാണ് മറുവിഭാഗം നിലകൊണ്ടത്. മണ്ഡലം കമ്മിറ്റി സമർപ്പിച്ച പട്ടികയിൽ കാർത്തിക് ഉൾപ്പെട്ടിരുന്നെങ്കിലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ ധാരണയായില്ല. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കാർത്തിക്കിന് അനുകൂലമായി ഭൂരിപക്ഷം അംഗങ്ങൾ അഭിപ്രായപ്പെട്ടെങ്കിലും ഷിബു ബേബി ജോണിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് തീരുമാനം നീണ്ടുപോയി. സംസ്ഥാന കമ്മിറ്റി അംഗം MS ഗോപകുമാറിന്റെ പേരാണ് ഷിബു ബേബി ജോൺ വിഭാഗം മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രേമചന്ദ്രൻ വിഭാഗം വഴങ്ങാഞ്ഞതോടെ ഇരു വിഭാഗത്തിനും സ്വീകാര്യനായ RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹനെയാണ് ഇരവിപുരം മണ്ഡലത്തിലെ സമവായ സ്ഥാനാർത്ഥിയായി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. നഷ്ടപ്പെട്ട രാഷ്ട്രീയ ശക്തി വീണ്ടെടുക്കാനുള്ള നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് പാർട്ടിയെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായെന്ന ആരോപണം അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഏത് പാർട്ടി എന്നുള്ള നിലയിൽ ഉള്ള പോലെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. RSPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാ RSPക്കാർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. ഇതിനിടെ സീറ്റ് വിഭജന ചർച്ചകൾ തുടരുകയാണ്. മട്ടന്നൂരിന് പകരമായി പാർട്ടി ആവശ്യപ്പെട്ട സീറ്റുകൾ ലഭിക്കണമെന്ന നിലപാടിലാണ് RSP നേതൃത്വം. ചവറയിൽ ഷിബു ബേബി ജോൺ, കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂർ, ആറ്റിങ്ങലിൽ സന്തോഷ് ഭദ്രൻ എന്നിവർ സ്ഥാനാർത്ഥികളാകാനാണ് സാധ്യത. മട്ടന്നൂരിന് പകരം ചടയമംഗലം അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് സീറ്റുകൾ ആവശ്യപ്പെടാനും RSP തീരുമാനിച്ചിട്ടുണ്ട്. UDF നേതൃത്വവുമായി ചർച്ചകൾ പൂർത്തിയാക്കിയതിനു പിന്നാലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് RSP നേതൃത്വം വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കാനുള്ള ഇടപെടലുമായി BJP. യാക്കോബായ സഭാ നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് ആപ്രേൻ ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ച. സഭയിലെ പ്രശ്നങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്ന് അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020 ചെയർമാൻ സാബു M ജേക്കബും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സഭാ തർക്കങ്ങൾ പരിഹരിക്കാൻ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സഹായവും പിന്തുണയും ഇരു നേതാക്കളും വാഗ്ദാനം ചെയ്തു. സീറോ മലബാർ സഭാ നേതൃത്വവും അടുത്തിടെ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള കൂടിക്കാഴ്ചകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. And as the Prime Minister of India, obviously, he is in charge of this blessed country in which our church has been present since the early centuries of Christianity. Our meeting with him was to discuss matters of great concern to the people, our people in India, but also issues of world peace and reconciliation. പ്രൈം മിനിസ്റ്ററെ കാണാൻ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ കണ്ടു. പ്രൈം മിനിസ്റ്റർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഒരു പ്രൈം മിനിസ്റ്ററിനെ കാണുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അദ്ദേഹത്തിന് കാണാൻ വളരെ സന്തോഷമുണ്ടെന്ന് പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ അവരുടെ ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ ഒരു എത്ര കൊല്ലമായിട്ട് നടക്കുന്ന ഒരു ഡിസ്പ്യൂട്ടും ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ രണ്ട് വിഭാഗങ്ങളും ഒന്നിച്ചു പോവുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമുക്ക് സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷമുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യം സൂചിപ്പിച്ചത്. അഴിമതിരഹിത പോരാട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തൻ. ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും കുറ്റവിമുക്തരാക്കി. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ CBIക്ക് സാധിച്ചില്ലെന്ന് കോടതി നിരീക്ഷിച്ചു.
ഗൂഢാലോചനയോ അഴിമതിയോ സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് റോസ് അവന്യൂ കോടതി പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കൂടാതെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മറ്റ് 21 പേരെയും പ്രത്യേക ജഡ്ജി ജിതേന്ദ്ര സിംഗ് കുറ്റവിമുക്തരാക്കി. ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർക്കെതിരെ തെളിവുകളില്ലാതെ കേവലം അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് CBIക്ക് രൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. വിധിക്കു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട അരവിന്ദ് കെജ്രിവാൾ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞു. സത്യം ജയിച്ചുവെന്ന് പറഞ്ഞു. पूरा का पूरा फर्जी केस था. हमारे ऊपर कीचड़ फेंका गया. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है. हो गया हिम्मत केजरीवाल भ्रष्ट नहीं है. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് ആം ആദ്മി പാർട്ടിക്കെതിരെ മെനഞ്ഞ ഗൂഢാലോചനയാണിതെന്ന് കെജ്രിവാൾ ആരോപിച്ചു. വിധി ആം ആദ്മി പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ വിജയമാണ്. നീണ്ടകാലത്തെ ജയിൽവാസത്തിനും നിയമപോരാട്ടങ്ങൾക്കും ശേഷം കെജ്രിവാളിനും മറ്റു നേതാക്കൾക്കും ഇതൊരു തിരിച്ചുവരവ് കൂടിയാണ്. റോസ് അവന്യൂ കോടതിയുടെ വിധിക്കെതിരെ CBI ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. അഴിമതിക്കെതിരെ ചൂലെടുത്താണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും നിഷ്പ്രഭമാക്കിയ കേസായിരുന്നു ഡൽഹി മദ്യനയ കേസ്. ആം ആദ്മി പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ അരവിന്ദ് കെജ്രിവാളിനെ അധികാരത്തിൽ നിന്നിറക്കിയ ഡൽഹി മദ്യനയ കേസ് എന്താണ്? അതിന്റെ നാൾവഴികളൊന്ന് നോക്കാം. ഡൽഹിയിലെ ചില്ലറ മദ്യവിൽപ്പന മേഖലയിൽ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞ് സ്വകാര്യ മേഖലയ്ക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതായിരുന്നു ഡൽഹി എക്സൈസ് നയം. 2021 ഏപ്രിൽ 15-നാണ് പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകിയത്. 2022 ജൂലൈ 22 CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. മദ്യനയം നടപ്പാക്കിയതിൽ അഴിമതി നടന്നു എന്ന് ആരോപിച്ചായിരുന്നു CBIയുടെ കേസ്. ഓഗസ്റ്റ് 19-ന് CBI കേസെടുത്തു. മദ്യനയം രൂപീകരിച്ച് നടപ്പാക്കുന്നതിലൂടെ പൊതുപ്രവർത്തകർ അടക്കം അനധികൃത ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്നാണ് CBI കണ്ടെത്തിയത്. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് മദ്യവ്യാപാരി 1 കോടി രൂപ നൽകിയെന്നാണ് CBIയുടെ FIR-ൽ വ്യക്തമാക്കിയത്. ഡൽഹി ഉപമുഖ്യമന്ത്രി സിസോദിയുടെ വീട്ടിലടക്കം രാജ്യത്ത് 31 ഇടങ്ങളിലാണ് CBI ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയത്. 2023 ഫെബ്രുവരി 26-നാണ് മനീഷ് സിസോദിയ കേസിൽ അറസ്റ്റിലാകുന്നത്. മനീഷ് സിസോദിയ 530 ദിവസമാണ് ജയിലിൽ കിടന്നത്. BRS നേതാവ് K. കവിത അടക്കമുള്ളവരെയും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് ചൂണ്ടിക്കാട്ടി കേസിൽ അറസ്റ്റ് ചെയ്തു. 2024 മാർച്ച് 16-ന് K. കവിത അറസ്റ്റിലാകുന്നു. പിന്നീട് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ 2024 മാർച്ച് 22 അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നു. മെയ് 10-ന് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കിട്ടി. ജൂൺ 2-ന് അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക്. 2024 സെപ്റ്റംബർ 13-ന് കെജ്രിവാളിന് വീണ്ടും ജാമ്യം. അരവിന്ദ് കെജ്രിവാൾ 186 ദിവസമാണ് ജയിലിൽ കിടന്നത്. ഡൽഹി മദ്യനയ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും പരസ്യമായി വെല്ലുവിളിച്ച് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് കെജ്രിവാൾ. BJP 10 സീറ്റിലധികം നേടിയാൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. आज दिल्ली में कहीं चले जाओ, सारी सड़कें टूटी पड़ी हैं, अस्पतालों में दवाइयां मिलनी बंद हो गई हैं, मोहल्ला क्लिनिक बंद किए जा रहे हैं, स्कूलों का बुरा हाल हो रहा है. पूरे दिल्ली में पोल्यूशन इतना ज्यादा कभी दिल्ली की जनता ने नहीं देखा था. यमुना का बहुत बुरा हाल हो गया. एक चीज बता जो तो दिल्ली में इन्होंने ठीक करी हो. पूरी दिल्ली का बेड़ा गर्क कर दिया. सबसे बड़ा खामियाजा मोदी जी और अमित शाह जी की सत्ता की हवस, उसका सबसे बड़ा खामियाजा दिल्ली के 3 करोड़ लोगों ने भुगता है. दिल्ली के लोगों से जाके पूछो. आज मैं चैलेंज करता हूं मोदी जी को. मोदी जी, हिम्मत है दिल्ली में दोबारा चुनाव करा के दिखा दो. 10 से ज्यादा तुम्हारी सीट आ जाए, मैं राजनीति छोड़ दूंगा. അരവിന്ദ് കെജ്രിവാളിനെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി വിധി രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസുകളിൽപ്പെടുത്തി വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിന്റെ അധികാര ദുർവിനിയോഗ ശൈലിക്കേറ്റ തിരിച്ചടിയാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു. BJPക്ക് മാത്രമല്ല രാഷ്ട്രീയ ദുഷ്ടലക്ഷ്യം വെച്ച് BJPയെ സഹായിച്ച കോൺഗ്രസിനും ആഘാതമാണ് കോടതി വിധിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ സന്ദർശനാനുമതി നിഷേധിച്ച് NSS. നാളെ ചങ്ങനാശ്ശേരിയിലെത്തുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS അനുമതി നിഷേധിച്ചു. ആരും മുൻകൂട്ടി അനുമതി തേടിയില്ല എന്നും കൂടിയാലോചനകളില്ലാതെ അനുമതി നൽകാനാവില്ലെന്നും NSS നേതൃത്വം അറിയിച്ചു. ചങ്ങനാശ്ശേരി SB കോളേജിന്റെ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് ഉപരാഷ്ട്രപതി ചങ്ങനാശ്ശേരിയിലെത്തുന്നത്. SB കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഉപരാഷ്ട്രപതി ചങ്ങനാശ്ശേരിയിലെത്തുന്നത്. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ ചങ്ങനാശ്ശേരിയിലെത്തും. പെരുന്ന NSS കോളേജ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. ഇതിനുശേഷം മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്താനാണ് തീരുമാനിച്ചത്. എന്നാൽ പുഷ്പാർച്ചനയ്ക്ക് NSS അനുമതി നൽകിയില്ല. ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനായി ആരും അനുവാദം തേടിയിട്ടില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അറിയിച്ചു. ഇന്ന് രാവിലെ ഒരു DYSP എത്തിയാണ് സന്ദർശന വിവരം അറിയിച്ചത്. കൂടിയാലോചനകൾ വേണ്ട കാര്യമായതിനാൽ അനുമതി നിഷേധിക്കുകയായിരുന്നു. മന്നം സമാധിയിൽ പരിശോധനകൾ നടത്താനുള്ള അനുമതി നൽകാനാകില്ലെന്നും NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. SB ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം നാളെ ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ കോളേജിലെ കാവുകാട്ട് ഹാളിലാണ് നടക്കുക. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഉപരാഷ്ട്രപതി കോളേജിന്റെ ശതാബ്ദി സ്മാരകമായി സ്ഥാപിക്കുന്ന ഡോക്ടർ KM എബ്രഹാം സെന്റർ ഫോർ എനർജി ആൻഡ് എൻവയോൺമെന്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സ്വാഗതം ആശംസിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി VN വാസവൻ തുടങ്ങിയവർ പങ്കെടുക്കും. അമൃത ന്യൂസ്, കോട്ടയം. വീണ്ടും ഡേറ്റ ചോർച്ച ആരോപണവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്ത മുഴുവൻ സ്ത്രീകളുടെയും വ്യക്തിവിവരങ്ങൾ സർക്കാർ ചോർത്തിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുമെന്നും ആരോപണമുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ കൈമാറാൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവറാവു ആണെന്ന് വ്യക്തമാക്കുന്ന രേഖകളും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വ്യക്തിവിവരങ്ങൾ ചോർന്നെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. വിവരങ്ങൾ മുംബൈ കേന്ദ്രമായ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. 1 കോടിയോളം പേർക്ക് സന്ദേശങ്ങൾ അയക്കാൻ സർക്കാരിന് സംവിധാനങ്ങളില്ല. സന്ദേശങ്ങൾ അയക്കാൻ സ്വകാര്യ ഏജൻസിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ 35 വയസ്സിലധികം പ്രായമായ സ്ത്രീകളുടെ വിവരങ്ങൾ ഇപ്പോൾ സ്വകാര്യ ഏജൻസിയുടെ കൈവശമെത്തിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് സംബന്ധിച്ച് 7/2/2026 പുറത്തിറക്കിയ ഉത്തരവും ചെന്നിത്തല പുറത്തുവിട്ടു. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 35 വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളും, ലക്ഷക്കണക്കിന് സ്ത്രീകൾ അതിലുണ്ട്. അവരുടെ വ്യക്തിഗത വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന IT സെക്രട്ടറി കൂടിയായ OSD ശ്രീ സാംബശിവറാവു ചോർത്തിയെടുത്തത്. 8 ലക്ഷത്തോളം സംസ്ഥാന ജീവനക്കാർ, 72 ലക്ഷം ക്ഷേമ പെൻഷൻകാർ, 3 ലക്ഷം ചെറുകിട സംരംഭകർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തവർ തുടങ്ങി 1 കോടിയിലധികം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളാണ് ഇവർ ചോർത്തിയെടുത്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ മൂല്യമുള്ളതാണ് വ്യക്തിഗത വിവരങ്ങൾ. ഈ വിവരങ്ങൾ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ കൈവശമെത്തിയാൽ എന്താകും അവസ്ഥയെന്നും ചെന്നിത്തല ചോദിച്ചു. രേഖകൾ കൈമാറാൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സാംബശിവറാവുവാണ്. മുൻപ് M. ശിവശങ്കർ ചെയ്തതൊക്കെയാണ് ഇപ്പോൾ സാംബശിവറാവു ചെയ്യുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. സാംബശിവറാവു ശിവശങ്കരന്റെ റോളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ OSD ആയ ശ്രീ സാംബശിവറാവു IAS ശിവശങ്കരന്റെ അനുഭവം മനസ്സിലാക്കണം. ശിവശങ്കർ സ്പ്ലിൻഡറിന് കൊടുത്തിട്ടുള്ള കരാറുകളും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഞാൻ ഉന്നയിച്ച വിവരങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലും ഈ OSD ആയ സാംബശിവറാവു മനസ്സിലാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. IT മിഷനിലെ താൽക്കാലിക ജീവനക്കാരന്റെ കൈവശം വിവരങ്ങൾ കൈമാറാനാണ് സാംബശിവറാവു നിർദ്ദേശിച്ചത്. IT വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ പേരിൽ 10ഓളം സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യുന്നതിന് OSDയുടെ പേരിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡേറ്റ ചോർത്തിയിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ജീവനക്കാരുടെ വിവരങ്ങൾ വ്യക്തിക്കോ സ്ഥാപനത്തിനോ കൈമാറിയിട്ടില്ലെന്നാണ് സത്യവാങ്മൂലം. ആരുടെയും വ്യക്തിവിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സന്ദേശം രാഷ്ട്രീയപരമെന്ന് പറയാനാകില്ലെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലില്ലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു.
ദി കേരള സ്റ്റോറി 2 സിനിമയ്ക്ക് പ്രദർശനാനുമതി. റിലീസ് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. നിർമ്മാതാക്കളുടെ ഹർജിയിലാണ് നടപടി. ജസ്റ്റിസ് സുശൂത് ധർമാധികാരി അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത്. കേരള സ്റ്റോറി റിലീസ് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാവ് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിലാണ് കോടതി സിനിമയുടെ റിലീസിന് അനുമതി നൽകിയത്. ടീസർ ഇറങ്ങി 16 ദിവസത്തിന് ശേഷമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്ന് നിർമ്മാതാവ് ഡിവിഷൻ ബെഞ്ചിൽ വാദിച്ചു. ചില സാമൂഹിക വിപത്തുകളെ കുറിച്ച് പറയുന്ന സിനിമയുടെ 1-ാം ഭാഗം ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണെന്നും സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയതാണെന്നും നിർമ്മാതാവ് കോടതിയിൽ പറഞ്ഞു. സിനിമ പ്രഥമ ദൃഷ്ട്യാ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്ന സിംഗിൾ ബെഞ്ചിന്റെ വിലയിരുത്തൽ വസ്തുതാവിരുദ്ധമാണെന്നാണ് അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. താൽപര്യ ഹർജിയുടെ രീതിയിൽ നൽകിയ ഹർജി പരിഗണിക്കുവാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ലെന്നും അത് പരിഗണിക്കേണ്ടത് ഡിവിഷൻ ബെഞ്ചാണെന്നും നിർമ്മാതാവ് വാദിച്ചു. ഇതേ തുടർന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഇതോടെ ചിത്രത്തിന് പ്രദർശനാനുമതിയായി. അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ. വിചാരണ നീതിപൂർവ്വം നടന്നില്ലെന്നും തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. തെളിവ് പരിശോധിക്കുന്നതിലടക്കം കാണിച്ചിട്ടുള്ള ഗുരുതരമായ വീഴ്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിശദമായ അപ്പീലാണ് നൽകിയിരിക്കുന്നത്. കേസിൽ വിധി വന്ന് 75 ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പീൽ നൽകിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതുൾപ്പെടെ ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ദിലീപിനെ വെറുതെ വിടാൻ വിചാരണ കോടതി വസ്തുതകൾ വളച്ചൊടിച്ചെന്നും വിചാരണ നീതിപൂർവമായിരുന്നില്ലെന്നും അപ്പീലിൽ പറയുന്നു. പൾസർ സുനിയടക്കം 6 പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന് തെളിവ് കണ്ടെത്തിയ വിചാരണ കോടതി അതേ തെളിവുകൾ ദിലീപിന്റെ കാര്യത്തിൽ പരിഗണിച്ചില്ല. കൂട്ടബലാത്സംഗത്തിന് പ്രതികൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകിയത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും അപ്പീലിൽ പറയുന്നു. ദിലീപ് അടക്കം 6 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെയും പൾസർ സുനി അടക്കമുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകിയത് ചോദ്യം ചെയ്തുമാണ് സർക്കാരിന്റെ അപ്പീൽ. കേസിലെ 1-ാം പ്രതി സുനിയും 8-ാം പ്രതി ദിലീപും തമ്മിലുള്ള ഗൂഢാലോചനയ്ക്ക് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ഒന്നുപോലും വിചാരണ കോടതി പരിഗണിച്ചില്ലെന്നും സർക്കാർ ആരോപിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിധിയിൽ നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിലെ കൊടിമര നിർമ്മാണ ക്രമക്കേടിൽ നടന്മാരായ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. മോഹൻലാലിന്റെ മൊഴി തിരുവനന്തപുരത്തും ദിലീപിന്റെ മൊഴി കൊച്ചിയിലുമാണ് വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. 2017 ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊടിമര പുനർനിർമ്മാണത്തിൽ സ്വർണം നൽകിയവരുടെ ലിസ്റ്റിൽ നിന്നുമാണ് നടന്മാരായ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയത്. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം 2 പവൻ തിരുവനന്തപുരത്തെ പ്രമുഖ ജ്വല്ലറിയിൽ നിന്നും വാങ്ങി സുഹൃത്ത് വഴി പമ്പയിൽ എത്തിച്ചതായാണ് മോഹൻലാൽ മൊഴി നൽകിയത്. കഴിഞ്ഞ ഏതാനും ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്ന മോഹൻലാലിന്റെ മൊഴി തിരുവനന്തപുരത്ത് വെച്ചാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ദിലീപിന്റെ മൊഴി കൊച്ചിയിൽ വെച്ചും രേഖപ്പെടുത്തി. നൽകിയ സ്വർണത്തിന്റെ അളവടക്കം ദിലീപ് മൊഴി നൽകിയിട്ടുണ്ട്. സുരേഷ് ഗോപി, സംവിധായകരായ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി വിജിലൻസ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കൊടിമര നിർമ്മാണത്തിൽ സ്വർണം സംഭാവനയായി നൽകിയ 27 പേരുടെ മൊഴികളും വിജിലൻസ് സംഘം രേഖപ്പെടുത്തും. നിർമ്മാണ സമയത്ത് അഭിഭാഷക കമ്മീഷണറായിരുന്ന ASP കുറുപ്പ് ചട്ടവിരുദ്ധമായി സ്വർണം കൈപ്പറ്റിയത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വിജിലൻസിനോട് ത്വരിത അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവും ജയിലിന് പുറത്തേക്ക്. ദ്വാരപാലക ശില്പക്കേസിലാണ് വിജിലൻസ് കോടതി ഇന്ന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ KS ബൈജുവിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. റിമാൻഡ് കാലാവധി പൂർത്തിയായിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. തിരുവാഭരണ മുൻ കമ്മീഷണറായ KS ബൈജുവിനെ കഴിഞ്ഞ നവംബറിലാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കട്ടിളപ്പാളി കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെ ദ്വാരപാലക ശില്പക്കേസിലും പ്രതി ചേർക്കുകയായിരുന്നു. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ബൈജുവിന് കട്ടിളപ്പാളി കേസിൽ ഫെബ്രുവരി 12-ന് വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്ന് ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് ഇന്ന് ജാമ്യം ലഭിച്ചത്. നിശ്ചിത സമയത്തിനുള്ളിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കിയത്. കേസിൽ ഇതുവരെ 6 പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. 7ാമതായാണ് KS ബൈജുവും ജയിൽ മോചിതനാകുന്നത്.
മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 5 പേർക്കാണ് ഉപാധികളോടെയുള്ള സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റും CPIM നേതാവുമായ A. പത്മകുമാർ ദ്വാരപാലക ശില്പക്കേസിൽ മാർച്ച് ആദ്യവാരം ജാമ്യഹർജി സമർപ്പിക്കാനാണ് നീക്കം. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി KP ശങ്കരദാസ് നൽകിയ ജാമ്യഹർജിയിൽ മാർച്ച് 2-ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. അമൃത ന്യൂസ്, കൊല്ലം.